നമസ്കാരം. ചാനൽ എ. ഇന്ന് നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഗോൾഡായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. അപ്പോൾ മുഴുവൻ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഈ ഗോൾഡിൻ്റെ പ്രത്യേകതകൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു അസറ്റാണ് ഈ ഗോൾഡ്. പക്ഷേ ഈ ഗോൾഡിൻ്റെ സാധ്യതകളും അതും എല്ലാവരും അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമായിട്ട് പഠിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവുക വഴിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ അതൊരു ഇതാണ്, ഒരു റിലീജിയൻ ഇത് നോക്കണമെങ്കിലും കൾച്ചറായാലും ഇത് അല്ലെങ്കിൽ ആളുകളുടെ ഒരു സൈക്കോളജിക്കൽ പരമായിട്ടും നോക്കുകയാണെങ്കിൽ ഗോൾഡിന് ഭയങ്കര ഒരു പ്രാധാന്യം നമ്മുടെ കേരളത്തിൽ സ്പെഷ്യലി. കാരണം ഇന്ത്യയിൽ വിൽക്കുന്ന ഗോൾഡിൻ്റെ ഏകദേശം 40% വിൽക്കുന്നത് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്താണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കേരളത്തിൽ എത്രത്തോളം ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഗോൾഡ് കഴിഞ്ഞ 100 വർഷം നമ്മൾ നോക്കുമ്പോൾ 1925 സമയങ്ങളിലൊക്കെ ഇതിന് ഏകദേശം 19 രൂപേന് ഒരു 10 ഗ്രാം. അന്നത്തെ ഇന്ത്യയുടെ റുപ്പീസിന് മൂല്യം ഭയങ്കരമായിരുന്നു ഈ സ്വാതന്ത്ര്യത്തിന് മുന്നുള്ള കാലഘട്ടം. അപ്പോൾ ഈ 10 ഗ്രാമിന് വെറും 19 രൂപ ഉണ്ടായിരുന്ന ഗോൾഡ് ഇപ്പോൾ അത് ഏകദേശം 1,23,000 റേഞ്ചിലേക്ക് 10 ഗ്രാമിന് 24 കാരറ്റാണ് പറയുന്നത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗോൾഡ് പലപ്പോഴും പല സമയത്തും ഭയങ്കരമായിട്ട് ബൂം ചെയ്തിട്ടുണ്ട്. അത് 100 വർഷത്തെ ഇതെടുക്കുമ്പോൾ കൂടി വന്നൊരു 15-20 വർഷമാണ്, അല്ലെങ്കിൽ 25 വർഷം കൂട്ടിക്കോ. അതിലൊരു ഏകദേശം ഒരു 25% സമയങ്ങളിൽ മാത്രമാണ്, ആ സ്പാൻ മാത്രമാണ് ഗോൾഡ് ഭയങ്കരമായിട്ടൊരു ബൂം നടന്നിട്ടുള്ളത്. അല്ലാത്ത സമയങ്ങളിലൊക്കെ വളരെ ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ഇതാണ് കാണിച്ചിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ 1970 മുതൽ 80 വരെ വെറും 30 ഔൺസിന് ഡോളറിൽ പറയുമ്പോൾ ഒരു ഔൺസിന് 30 ഉണ്ടായിരുന്നത് അത് 800കളിലേക്ക് എത്തി. അതിന് കാരണം ഉണ്ടായിരുന്നു കുറേ വിയറ്റ്നാം വാർ, പിന്നെ ഈ നിക്സൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പോളിസി ചേഞ്ചുകൾ. അത് ഒന്ന്. രണ്ടാമത് പിന്നെ പാൻഡമിക് വന്നു, നമ്മുടെ കോവിഡ് പോലുള്ള ഇത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്റ്റോക്ക് മാർക്കറ്റ് തകരുന്നു. അങ്ങനെയുള്ള വരുമ്പോൾ ഗോൾഡിലേക്ക് വീണ്ടും ആൾക്കാരുടെ ശ്രദ്ധ പോകും. അതേപോലെ തന്നെ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ, അത് അമേരിക്കൻ ഡോളറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് വരുമ്പോൾ അത് ഒരു മാറ്റം വരുന്നു. പിന്നെ 2008 നല്ലൊരു അമേരിക്കൻ ഒരു സ്റ്റോക്കുകൾ നല്ല രീതിയിൽ തകർന്ന് തരിപ്പണായി. അമേരിക്കൻ സ്റ്റോക്കല്ല, വേൾഡ് വൈഡ്. 2008 ക്രൈസിസ് അന്നും ഇതേപോലെ തന്നെ ഇതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഗോൾഡ് എന്ന ഈ അസറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം എന്തുകൊണ്ട് അത് വില കൂടുന്നു എന്ന് പറയുന്നത് അതാണ്. ഇതിൽ ഇപ്പോൾ പ്രത്യേകിച്ച് 2022 ശേഷം ഈ കാര്യമായിട്ടുള്ളൊരു ഭൂമിയാണ് ഈ ഗോൾഡ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിന് വന്നിട്ടുള്ളത്. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം വന്നു. അന്ന് പ്രത്യേകിച്ച് ഈ ഇങ്ങനെയുള്ള ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, പാൻഡമിക്, അല്ലെങ്കിൽ ക്രൈസിസ്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ, ഇതിനൊക്കെ ബീറ്റ് ചെയ്യാൻ പറ്റിയൊരു അസറ്റാണ് ഈ ഗോൾഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ സമയങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആളുകൾ എടുക്കും. അപ്പോൾ ഈ എടുക്കുന്ന താല്പര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം വന്നു. അന്ന് മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 2022 ശേഷം ഈ ഗോൾഡിൽ കാര്യമായിട്ട് ഗ്രാജ്വലി ഒരു അപ്പ് മൂവ്മെൻറ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഈ വർഷം തന്നെ, ഓക്കെ നമ്മൾ അതൊക്കെ വിടും, ഈ വർഷം ഏകദേശം 65% ഈ ഗോൾഡിന് ഒരു മൂവ്മെൻ്റ് ഉണ്ടായി, ഒരു അപ്പ് മൂവ്മെൻറ്റ്. ഒന്ന് ആലോചിക്കുക, 65% ഗോൾഡിന് അപ്പ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമലല്ല, അതൊരു വലിയൊരു ആ ഗ്രാഫ് നേരെ കുത്തനെയാണ് പോണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ ചിന്തകളിൽ വിചാരിക്കും, ഓക്കെ ഇനി ഇത് ഇവിടുന്ന് വലിയൊരു താഴേക്ക് പോകും. പല അനലിസ്റ്റുകളും പറയുന്നത് ഇനി 50,000 വീണ്ടും ഇറങ്ങും, അല്ലെങ്കിൽ അത് വലിയൊരു ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇനി എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായതും അതിനാണ് നമ്മൾ ഈ ചാനൽ എൻ്റേതായ ഒരു അഭിപ്രായങ്ങൾ പറയാൻ. അപ്പോൾ ഈ ഗോൾഡിന് എനിക്ക് തോന്നുന്നു ഒരു കാര്യമായിട്ടുള്ള ഒരു താഴ്ച ഇനി ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു നോട്ടത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഗോൾഡിന് വില കൂടി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് ഈ സെൻട്രൽ ബാങ്കുകൾ കാര്യമായിട്ട് അവരുടെ റിസർവ് ഭയങ്കരമായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്പെഷ്യലി റഷ്യ, ചൈന, ഇന്ത്യ അങ്ങനെയുള്ള ബ്രിക്സ് രാജ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ.
അതിൻ്റെ പിന്നിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാനിങ് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല, 2022 റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ഇന്ത്യ അവരുടെ ക്രൂഡ് മേടിച്ച് തുടങ്ങിയപ്പോൾ ഇന്ത്യ മുൻകൂട്ടി കാണുന്നുണ്ടായിരുന്നോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. ഒരു സാങ്ഷൻ, ഒരു ഉപരോധം, ഈ ഉപരോധത്തിനെ ബീറ്റ് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ, ഗോൾഡാണ് ഏറ്റവും ബെസ്റ്റ്. സ്പെഷ്യലി അതിപ്പോൾ ഇന്ത്യ മാത്രമല്ല, ചൈനയും അത് ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം, ഒരു ലോകരാജ്യങ്ങളുടെ ഇടയിൽ നിന്നൊരു ഉപരോധം, പ്രത്യേകിച്ച് സ്പെഷ്യലി യൂറോപ്പിൽ നിന്ന്. പക്ഷേ ഇതൊന്നും വിചാരിക്കാത്തടത്തിൽ ഇപ്പോൾ US ആണ് ഇപ്പോൾ ഒരു ഉപരോധം കൊണ്ടുവന്നു. അല്ല, ഉപരോധമല്ല, താരിഫ് നയത്തിൽ ഭയങ്കര ഡിഫറൻസ് ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ ഇതിൽ വേറൊരു കേസ് എന്ന് വെച്ചാൽ, ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ അതിൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ ഈ ആളുകൾക്ക് ഒരു പെട്ടെന്ന് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഒരു ഒരു പുതിയൊരു ചിന്തകൾ വന്നത്, അതായത് ബ്രിക്സ് ഒരു കറൻസി കൊണ്ടുവന്നിട്ട് അമേരിക്കൻ ഡോളറിനെ ബീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അമേരിക്കൻ ഡോളറിനെ അഗെൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അമേരിക്കൻ ഡോളറിനെ തത്തുല്യമായിട്ട് ഒരു കറൻസി കൊണ്ടുവരിക എന്നുള്ളത് ഇവരൊരു അജണ്ട. സത്യത്തിൽ അതുള്ളതാണ്, അവർക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അതായത് ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മൾ ഒരു ട്രേഡിങ്, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ ഈ ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഒരു പുതിയൊരു കറൻസി കൊണ്ടുവരിക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ബ്രിക്സ് ആയിട്ട് അംഗത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കറൻസി അവർ ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ബാക്ക് ചെയ്യാൻ സ്വർണ്ണമാണ് ഏറ്റവും ബെസ്റ്റ്. അതിൻ്റെ വാല്യുവേഷനും അതിൻ്റെ ട്രസ്റ്റും അതിലങ്ങനെ സ്റ്റെബിലിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ട് സ്വർണ്ണത്തിൻ്റെ ഒരു നിക്ഷേപണം അവിടെ ആവശ്യം എന്നാണ് എനിക്ക് മനസ്സിലായത്. ചിലപ്പോൾ അതിൽ എൻ്റെ വല്ല മിസ്റ്റേക്കുകളുണ്ടാവും, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനൊരു അസറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ അവിടെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കഴിഞ്ഞ 3 വർഷത്തെ ഡാറ്റ എടുത്ത് നോക്കുന്നത്, 2022, 2023, 2024 ഈ വർഷങ്ങളിൽ ഈ സെൻട്രൽ ബാങ്കുകൾ മേടിക്കുന്ന ഈ ഗോൾഡ് 1000 ടണ്ണിന് മേലെയാണ് ഏകദേശം ഡാറ്റ നോക്കുമ്പോൾ ഈ 3 വർഷം. അതിന് മുന്നേ 400, 500, 600 ആ റേഞ്ചുകളിലൊക്കെ ഇങ്ങനെ കിടന്ന് കളിച്ച് പെട്ടെന്ന് ഒരു വലിയൊരു മാറ്റമാണ് ഒരു 3 വർഷം കൊണ്ട്. അത് ഇപ്പോഴും ഈ പറയുന്ന ഫസ്റ്റ് വോട്ട് കഴിയുമ്പോഴും ഇതേപോലെയൊക്കെ തന്നെയാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഈ ഡോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇപ്പോഴും, അല്ലെങ്കിൽ ഒരു സാങ്ഷൻസ്, അതായത് ഇന്ത്യ, ചൈന അല്ലെങ്കിൽ റഷ്യ, ഇപ്പോൾ റഷ്യക്ക് ഒരു സാങ്ഷൻ കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്ത് ഗോൾഡ് അക്യുമുലേഷൻ കൂട്ടി. അപ്പോൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നൊരു സംഭവം പോലും ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്, അതായത് ഇറാനും ഇതൊക്കെ തമ്മിൽ. അപ്പോൾ അങ്ങനത്തുള്ള സിറ്റുവേഷനുകളിൽ ഈ ഗോൾഡിൻ്റെ പ്രൈസ് ഇനിയും കൂടാനും സാധ്യത. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായതോടത്തോളം ഒരു കഴിഞ്ഞ വർഷം വരെ, അല്ലെങ്കിൽ ഈ ഏറ്റവും കൂടുതൽ ഗോൾഡ് മൈൻസ് പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ, പിന്നെ ചൈനയിൽ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഗോൾഡ് മൈൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഗോൾഡ് മൈൻ ചെയ്ത് അതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഏകദേശം ആഫ്രിക്കയിൽ തന്നെ മൊത്തം ഗോൾഡിൻ്റെ 28-27% അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗോൾഡിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വർഷത്തിൽ 3600 ടണ്ണാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ നമ്മളെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ 4900 ടണ്ണാണ് ആവശ്യം, ഡിമാൻഡ്. അപ്പോൾ 1300 ടണ്ണിൻ്റെ ഒരു വലിയൊരു അവിടെ അന്തരം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ അന്തരം എങ്ങനെ നികത്തി എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കൂടെ ചർച്ചയാക്കേണ്ട കാര്യമില്ല, കാരണം അതിന് പല സോഴ്സുകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് റീസൈക്ലിങ് അങ്ങനെ, ഓക്കെ, എനിവേ അതുപോട്ടെ. അപ്പോൾ ഈ അന്തരം അവിടെ നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ബേസിക് ഒരു ഇതുണ്ടല്ലോ, ഒരു സാധനത്തിൻ്റെ വില കൂടുന്നു എന്ന് പറയുന്നത് ഡിമാൻഡാണ്. അതായത് ആ ഡിമാൻഡ് അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. സെൻട്രൽ ബാങ്കുകൾ ആയിരക്കണക്കിന് ടണ്ണ് മേടിച്ച് കൂട്ടുന്നു. പിന്നെ ഈ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ദീപാവലി ഒക്കെ വന്നപ്പോൾ ഉള്ള വലിയൊരു ഡിമാൻഡ് അവിടെ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ ബ്രിക്സ് രാഷ്ട്രങ്ങൾ പേടിക്കുന്നുണ്ട് പല ഉപരോധങ്ങളും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് കണ്ടിട്ട് തന്നെയാണ് 2022 മുതൽ ഇവർ കാര്യമായിട്ട് ഈ ഗോൾഡ് എന്നുള്ള ഒരു ഇതിലേക്ക് പോയിട്ടുള്ളത്. അപ്പം ഈ പറയുന്ന ഇങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് കൂടെയാണ് ഈ ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോൾ ഇത്രയും മൂവ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡിമാൻഡ് അവിടെ ഉള്ളിടത്തോളം കാലം ഇനിയും ഗോൾഡിൻ്റെ പ്രൈസ് കൂടാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ 95,000 അല്ലെങ്കിൽ 97,000 ഉള്ള ഒരു പവൻ എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമുക്ക് 1,20,000, 25,000 ഈ ഷോർട്ട് ടൈം ഇതിലേക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട്. ലോങ് ടൈമിലേക്ക് ചിലപ്പോൾ അതിലും ബുള്ളിഷായിരിക്കും
എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു അപ്രമാദിത്വം വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ന്യൂസുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അവിടെ പല ഇത് ഓക്കെ, അത് നമ്മൾ നോർമലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഓക്കെ, അത് അങ്ങനെ പലപ്പോഴും അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ അമേരിക്ക ഇതിനൊക്കെ ഇതാക്കാൻ വേണ്ടി ഒരു താരിഫ് നയം കൊണ്ടുവന്നപ്പോൾ അവർ തന്നെ ഒരു ട്രാപ്പിൽ ചെന്ന് പെട്ടേക്കാണ്. കാരണം അവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ് ഇനിയും കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് കൂടിക്കഴിയുമ്പോൾ അമേരിക്കയുടെ ഒരു ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് വലിയൊരു അടിയായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ അവർ ലോക്ക്ഡൗണിലാണ്. അപ്പോൾ അവിടുത്തെ ജനം ഫുള്ളായിട്ട് അവർ ഗവൺമെൻറ്റിനെതിരെ തിരിയാനും പിന്നെ അവിടുത്തെ പല ബാങ്കുകളും വളരെ മോശം ഒരു സിറ്റുവേഷൻ കൂടെ പോകണമെന്നാണ് പല ന്യൂസുകളും ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ ഡോളറിൻ്റെ വാല്യൂ കുറയുക എന്ന് പറഞ്ഞാൽ തന്നെ വീണ്ടും ഈ പറയുന്ന ഗോൾഡിന് വീണ്ടും ഡിമാൻഡ് വരാനാണ് സാധ്യത. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത 2030 വരെ ഈ ഒരു പ്രതിഭാസം, അതായത് ഗോൾഡിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കാനാണ് സാധ്യത. പിന്നെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം, ഈ ഗോൾഡിൻ്റെ വില കൂടുമ്പോൾ എന്ന് പറയുമ്പോൾ കേരളത്തിലാണ് നമ്മുടെ ഇന്ത്യൻ ഗോൾഡിൻ്റെ ഇമ്പോർട്ട് ചെയ്യുന്ന ഗോൾഡിൻ്റെ 40% കൺസ്യൂം ചെയ്യുന്നത്. ഇത് എവിടെയാണ് പോണത്? അപ്പോൾ പലപ്പോഴും നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. അതായത് മുത്തൂറ്റ്, മണപ്പുറം അങ്ങനെയുള്ള പറയുന്ന NBFC അവർ ഏകദേശം ഒരു കണക്ക് പറയുന്നത് ഒരു 400 ചില്ലാൻ ടണ്ണ് സ്വർണം അവരുടെ കയ്യിൽ ഈ ലോൺ നിക്ഷേപമായിട്ട് അവിടെ അവർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, പല കൺട്രികളുടെയും റിസർവ് ഗോൾഡ്, ഡെവലപ്ഡ് രാജ്യങ്ങളുടെ റിസർവ് ഗോൾഡിൻ്റെ അതിൻ്റെ അടുത്ത് പോലും എത്തില്ല. അവരുടെ ആ ഒരു ഗോൾഡ് ഈ മുത്തൂറ്റും ഇവരൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളതിൻ്റെ അടുത്ത് പോലും എത്തില്ല. അതേപോലെ ഹ്യൂജായിട്ടുള്ളൊരു ഗോൾഡിൻ്റെ ഒരു നിധിയാണ് നമ്മുടെ പല NBFC കമ്പനികളിലിരിക്കുന്നത്. വേറെ നമ്മുടെ ഇന്ത്യൻ ടോട്ടൽ ഇപ്പോൾ നമ്മൾ പറയില്ല അൺഅക്കൗണ്ടഡ് ഈ ഗോൾഡ്, അത് ഇന്ത്യയിൽ മൊത്തം പറയുമ്പോൾ ഏകദേശം നമ്മുടെ പ്രൈവറ്റ് സെക്ടർ പ്രൈവറ്റായിട്ട് ഏകദേശം 25,000 ടണ്ണ് ഗോൾഡ് ഉണ്ടെന്ന് പറയുന്നത്. അതിൻ്റെ ഏകദേശം 40% കേരളത്തിൽ ഉണ്ട് എന്ന് വിചാരിച്ചാൽ തന്നെ അത് വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ്. അതായത് കേരളം ഒരു നിധി കാക്കുന്നൊരു ഭൂതത്തിൻ്റെ പോലെ ഇപ്പോൾ ഇരിക്കണേ. ഈ പ്രൈസ് ഇങ്ങനെ കൂടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ വീടുകളും വളരെ ഒരു സെക്യൂരിറ്റി കാര്യത്തിൽ വളരെ മോശം കണ്ടീഷൻ കൂടെയാണ് പോകണമെന്നാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ എടുത്തിൽ പറയുന്ന ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ ഒരു പവനെങ്കിലും അല്ലെങ്കിൽ ഒരു ഗ്രാമെങ്കിലും ഇല്ലാത്തൊരു വീടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും വിശ്വസിക്കാൻ സാധ്യമില്ല. അത്രയും ഹ്യൂജ് ഒരു ശേഖരമാണ് കേരളത്തിൻ്റെ നമ്മുടെ ആളുകളുടെ ഇടയിലുള്ളത്. അപ്പം അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ സെക്യൂരിറ്റി വളരെ ഇപ്പം അടുത്ത് തന്നെ കേൾക്കാം, ഈ കേരളത്തിലെ അല്ലെങ്കിൽ ബാങ്കുകൾ, ഇന്ത്യൻ ബാങ്കുകൾ ഇതിന് നമ്മുടെ ലോക്കറിന് ഭയങ്കരമായിട്ട് ഒരു ഫീസ് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ളതിൻ്റെ പല 10 മടങ്ങൊക്കെ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം അതിന് ഡിമാൻഡായി. പിന്നെ ഈ CCTV ക്യാമറകൾ എന്ന് പറയുന്ന സാധനം കേരളത്തിൽ വളരെ അത്യന്താപേക്ഷിതമായി മാറുകയാണ്. ഒരു ഡെയിലി വേജസ് ഉള്ള ഒരാളുടെ വീട്ടിൽ പോലും അത് സാധ്യതയുണ്ട്. എനിവേ, ബൈ.